പാട്ടുകൾ അടയാളപ്പെടുത്തിയ ഗായിക. അതായത് എവിടെ നിന്ന് നമ്മൾ കേട്ടാലും ആ ശബ്ദം ഈ ആളുടേതാണെന്ന് നമ്മൾ ഉറപ്പിക്കും, ഒരു സംശയവും വേണ്ട. വൈക്കം വിജയലക്ഷ്മി, സ്വാഗതം. വളരെ സന്തോഷം ഈ പ്രഭാതത്തിൽ ഇങ്ങനൊരു അതിഥിയെ നമുക്ക് കിട്ടിയതിന്. സത്യത്തിൽ മറ്റൊരു ക്ഷേത്രത്തിൽ നിൽക്കുന്ന അനുഭവമാണ് വൈക്കം വിജയലക്ഷ്മിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ. സന്തോഷം സന്തോഷം സന്തോഷം, പറയാതെ വയ്യ. ഒരു ഗണപതി സ്തുതിയോടെ നമുക്ക് തുടങ്ങിയാലോ? നമസ്കാരം. ആയിക്കോട്ടെ, എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ. എല്ലാവർക്കും വിഘ്നേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഇപ്പോൾ ഒരു ഗണപതി സ്തുതിയോടുകൂടി ആരംഭിക്കാം. ഗജാനനം സകല വിഘ്നവിനാശനം ഗജാനനം സകല വിഘ്നവിനാശനം ഗൗരീനന്ദനം മോക്ഷപ്രദായകം ഗജാനനം സകല വിഘ്നവിനാശനം ഗൗരീനന്ദനം മോക്ഷപ്രദായകം ഗജാനനം സകല വിഘ്നവിനാശനം ഗൗരീനന്ദനം മോക്ഷപ്രദായകം ഗജാനനം പ്രണമാമ്യഹം. കൈകൂപ്പി തൊഴുതു പോകുന്നു ആ ശബ്ദമാധുര്യത്തിന് മുന്നിൽ, അങ്ങനെ പറയാതെ വയ്യ. ഈ പാട്ട് വളരെ ഗൗരവത്തിലെടുത്തത് ഇപ്പോൾ നമ്മളെല്ലാവരും പാടാറുണ്ട്, മൂളാറുണ്ട്. പക്ഷേ ഈ പാട്ടിലേക്ക് നമ്മൾ ഗൗരവമായി സമീപിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അത് എപ്പോഴായിരുന്നു വൈക്കം വിജയലക്ഷ്മിയുടെ പാട്ട് ജീവിതത്തിൽ? അത് 5 വയസ്സ് മുതൽ തന്നെ കച്ചേരി ചെയ്തു തുടങ്ങി. അന്ന് മുതലേ ഗൗരവം തുടങ്ങിയായിരുന്നു. കച്ചേരി ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ഗൗരവത്തിലെടുക്കാൻ തുടങ്ങി. അതിനുശേഷം 10-35 വർഷമായിട്ട് ഇപ്പം സംഗീത സബരിയ, ഗായത്രി വീണ, പിന്നെ സ്റ്റേജ് ഷോസ്, സിനിമാ രംഗത്ത് ഗാനമേളയായിട്ടൊക്കെ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കിട്ടിയ പാട്ടുകളുണ്ടല്ലോ സിനിമയിൽ പാടാൻ പറ്റിയ കാറ്റേ കാറ്റേ തുടങ്ങിയ ഗാനങ്ങൾ എങ്ങനെയാണ് ഈ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ വൈക്കം വിജയലക്ഷ്മി പാടുന്നു എന്ന് ആർക്കും പറയാൻ പറ്റുന്ന രീതിയിൽ പാടി ഫലിപ്പിക്കാൻ പറ്റുന്ന കയ്യൊപ്പ് ചാർത്തുന്നത്? അതെ, അത് അച്ഛനും അമ്മയും പണ്ട് മുതൽ തന്നെ സാധകം ചെയ്യിക്കുമായിരുന്നു. അത് ഓപ്പൺ സിംഗിങ്ങിൽ തന്നെ പാടണം എന്ന് പറഞ്ഞു, ഒറിജിനൽ വോയിസിൽ തന്നെ പാടി ശീലിക്കണം എന്ന് പറഞ്ഞു. പണ്ട് മുതൽ അങ്ങനെ ട്രെയിനിങ് ഒക്കെ തന്നുകൊണ്ട്, ഗ്രൂമിങ് തന്നുകൊണ്ടേയിരുന്നു, ഇപ്പോഴും തന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണ് ഒരു ആ ശബ്ദം ഇങ്ങനെ വന്നത്. പിന്നെ എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. ഒരു ഗണപതി സ്തുതി കൂടി പാടാം. ശബ്ദമെല്ലാം ഭഗവാൻ തരുന്നതാണല്ലോ. അങ്ങനെ അത് പ്രത്യേകിച്ച് ടെക്നിക്കൊന്നുമില്ല. ആ പാടാമല്ലോ, പിന്നെന്താ. എം ജയചന്ദ്രൻ സാർ ഫോണിലൂടെ പഠിപ്പിച്ച ആ ഗണപതി സ്തുതി പാടാം. ഫോണിലൂടെ ഇപ്പം ഞാൻ സംഗീത പഠനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ശ്രീഗണനാഥം ഭജാമ്യഹം ശ്രീഗണനാഥം ഭജാമ്യഹം ശ്രീഗണനാഥം ഭജാമ്യഹം ശ്രീകരം ശ്രീകരം ചിന്തിതാർത്ഥഫലദം ശ്രീകരം ചിന്തിതാർത്ഥഫലദം ശ്രീകരം ചിന്തിതാർത്ഥഫലദം ശ്രീഗണനാഥം ഭജാമ്യഹം ശ്രീകരം ചിന്തിരാർത്ഥബലദം
ശ്രീഗണനാഥം ഭജാമ്യഹം ഭജാമ്യഹം. ശരി വൈക്കം വിജയലക്ഷ്മി, സന്തോഷം. പിന്നീട് കനകാംഗിരാഗം ആദിതാളം. ശരി ശരി. ഈ പാട്ട് ഒരു സന്തോഷമാകുന്നത് എപ്പോഴാണ്? അതായത് നമുക്ക് വേദനയുണ്ട്, വിഷമമുണ്ട്. എപ്പോഴും വൈക്കം വിജയലക്ഷ്മിയെ നമ്മുടെ പാട്ടുകൾ നമ്മൾ ഓർക്കുമ്പോഴും വൈക്കം വിജയലക്ഷ്മിക്ക് ചുറ്റുമുള്ളതൊക്കെ കണ്ടു പാടാൻ കഴിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വലിയ വിഷമമുണ്ട്. കാരണം കാഴ്ചകളാണല്ലോ നമ്മളെ കൂടുതൽ പ്രതിഫലിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പറയാൻ, പാടാൻ ഒക്കെ നമ്മൾ പ്രേരിപ്പിക്കുന്നത് പലപ്പോഴും കാഴ്ചകളാണ്. അതൊന്നുമില്ലാതെ എങ്ങനെ പാടാൻ പറ്റുന്നു എന്ന ഒരു അത്ഭുതം കൂടി ഒളിച്ചിരിപ്പുണ്ടല്ലോ, അല്ലേ? ആ അതെ, ശരിയാ. അതെല്ലാം ഉൾക്കാഴ്ച കൊണ്ട്, അതെ, ഭഗവാൻ തരുന്ന ഉൾക്കാഴ്ച കൊണ്ട് പാടാൻ സാധിക്കും. പിന്നെ പാട്ട് എപ്പോഴും നമുക്ക് സന്തോഷമാണ്. സന്തോഷം തോന്നുന്ന മോഹനരാഗം കേൾക്കുമ്പോൾ ഒന്നുകൂടി സന്തോഷം. മോഹനം, ശുദ്ധസാവേരി, മധ്യമാവതി, സഹാന, ദർബാർ തുടങ്ങിയ രാഗങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷം. ശുഭവന്തൂരാളി രാഗം, ശുഭവന്തൂരാളി, ശിവരഞ്ജിനി, രേവതി, ചക്രവാകം, അതെല്ലാം ഹിന്ദോളം, ഇതെല്ലാം ശോക രാഗങ്ങളാണ്. അപ്പം ഇപ്പം ശോകമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഈ രാഗത്തെ ഉപയോഗിക്കാം. അങ്ങനെയാണ്. മോഹനരാഗത്തിൽ ഒരു പാട്ട്, കേൾക്കുമ്പോൾ നമുക്ക് മോഹനരാഗത്തിൽ ഒരു പാട്ട് പ്രധാനം സന്തോഷം തോന്നുന്നു. അതിനെപ്പോഴും സിനിമാ ഗാനം ആയിക്കോട്ടെ. മോഹനരാഗത്തിൽ ഒരു ഗണപതി സ്തുതിയുണ്ട്, മുത്തുസ്വാമി ദീക്ഷിതരുടെ. രക്തഗണപതിം ഭജേഹം രക്തഗണപതിം ഭജേഹം രക്തഗണപതിം ഭജേഹം രത്നസിംഹാസനപതിം സുരപതിം രക്തഗണപതിം ഭജേഹം രത്നസിംഹാസനപതിം സുരപതിം രക്തഗണപതിം ഭജേഹം. ഈ പാട്ട് പഠിക്കുന്ന രീതി എങ്ങനെയാണ്? ഈ വരികൾക്ക് ഹൃദയസ്ഥമാക്കുന്ന രീതി, അതൊക്കെ നേരത്തെ എം ജയചന്ദ്രൻ സാറിൻ്റെ ഫോണിൽ കൂടെയുള്ള പഠന അഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞു, ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ അല്ല, പൊതുവിൽ പാട്ട് പഠിക്കുന്ന രീതി പാട്ട് പെൻഡ്രൈവിൽ റെക്കോർഡ് ചെയ്തെടുത്തിട്ട്, പണ്ട് ടേപ്പ് റെക്കോർഡറായിരുന്നു, അപ്പോൾ അതിനുശേഷം ഇപ്പോൾ പെൻഡ്രൈവിലേക്കാണ്, കാലം മാറിപ്പോയല്ലോ. അപ്പം അതിൽ റെക്കോർഡ് ചെയ്ത് ഓരോ വരി വീതം ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് പഠിക്കും. അങ്ങനെയാണ്. ഒറ്റയ്ക്കിരുന്നേ പഠിക്കുള്ളൂ. വേറെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഏകാഗ്രത കിട്ടൂല. അപ്പം വാതിലൊക്കെ അടച്ചിരുന്നു ഒറ്റയ്ക്കിരുന്ന് ഇങ്ങോട്ട് പഠിക്കും. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചിരുന്നേ, ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഞാനപ്പാനെ പഠിച്ചു, നാരായണീയം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, പറയുകയായിരുന്നു വൈക്കം വിജയലക്ഷ്മി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ സന്തോഷമാണ്. ആ വർത്തമാനം കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇപ്പോഴും എല്ലാവരും ചേർത്ത് പിടിക്കുന്ന രീതിയിൽ നമ്മളോട് ഈ പരിചയമില്ലെങ്കിൽ കൂടിയും ഒരിക്കൽ സംസാരിക്കുമ്പോൾ ഒരുപാട് അടുപ്പമുള്ളവരെ പോലെ തോന്നിക്കുന്ന രീതിയിലാണല്ലോ സംസാരിക്കുന്നത്. മാത്രമല്ല, നമ്മൾ ഒരു പാട്ട് പാടാമോ എന്ന് ചോദിച്ചാൽ അതിനെന്താ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ആ നിമിഷം തന്നെ പ്രതികരിക്കുകയും തൊട്ടു പിന്നാലെ ആ പാട്ട് വലിയൊരു ഇമ്പമായി ഇങ്ങനെ ഒഴുകി വരികയും ചെയ്യും. ഞാൻ എല്ലാ പ്രേക്ഷകരുടെയും അനുമതിയോടെ വൈക്കം വിജയലക്ഷ്മിയോട് ഒരു സിനിമാ പാട്ട്, ഇപ്പോൾ കാറ്റേ കാറ്റുണ്ട്, കൈക്കോട്ടും തുടങ്ങിയ നിരവധി പാട്ടുകളുണ്ട്. അപ്പോൾ അതിലൊരു പാട്ട് പാടാമോ? അതെ, ആയിക്കോട്ടെ, പാടാലോ. കാറ്റേ കാറ്റേ തന്നെ പാടാം. നമ്മുടെ സിനിമാ രംഗത്ത് ആദ്യാക്ഷരം കുറിച്ച ഗാനം. അതെ, ശ്രീറാമേട്ടന്റെ കൂടെ ജയചന്ദ്ര സാറിനും കമൽ സാറിനും റഫീഖ് അഹമ്മദ് സാറിനും നന്ദി പറയും. പാടാല്ലേ? ശ്രീരാമേട്ടന്റെ കൂടെ. അതെ. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ,
പാട്ടും മൂളി വന്നോ, ഞാലി പൂങ്കദളി വാഴ പൂക്കളിൽ ആകെ തേൻ നിറഞ്ഞോ, ആകെ തേൻ നിറഞ്ഞോ. ആറ്റ് നോറ്റ് ഈ കാണാമരത്തിന് പൂവും കായും വന്നോ, മീനത്തി വെയിലിൻ ചൂടിൽ തണുതണി തൂവൽ വീശി നിന്നോ, തൂവൽ വീശി നിന്നോ. അസാധ്യമായൊരു ഒഴുക്കാണ്. അതെ, കാണാമാരൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ? നമ്മൾ വരികളിലൂടെ നമുക്ക് ആ ദൃശ്യം കാണാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ അങ്ങ് ഒഴുകിപ്പാടുകയാണ്. അതിനിടയിൽ ഈ പ്രേക്ഷകരുടെ സ്നേഹാന്വേഷണം കൂടി പറയുമെന്ന് ഞങ്ങളുടെ സ്ഥിരം പ്രേക്ഷകനായ ശ്രീ പ്രകാശൻ വേൽക്കുട്ടി പറയുന്നുണ്ട്. രണ്ടുപേർക്കും ഒരു ഉഷാർ കുറവ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾ ഒരുപാട് സംസാരിച്ചാൽ വൈക്കം വിജയലക്ഷ്മിയുടെ പാട്ടും വർത്തമാനവും ഒക്കെ കേൾക്കാനിരിക്കുന്നത് കൊണ്ട് ഒരുപാട് സംസാരിക്കേണ്ട എന്ന് കരുതി കൂടിയാണ്. ഈ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഗായികയാണ് തീർച്ചയായിട്ടും, അതുകൊണ്ട് തന്നെ എല്ലാ സംഗീത സംവിധായകരും വളരെ പ്രിയപ്പെട്ടതായിരിക്കും. പക്ഷേ ഈ കേട്ട് തുടങ്ങിയ കാലം മുതൽ, അല്ലെങ്കിൽ ഈ പാട്ട് പാടി തുടങ്ങിയ കാലം മുതൽ ഏറ്റവും ആദ്യം ഇഷ്ടപ്പെട്ട, ഒരുപാട് ചേർത്ത് പിടിച്ച, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കേട്ടിരുന്നത് ആരുടെ പാട്ടുകളായിരുന്നു? രാജാ സാറിൻ്റെ ആയിരുന്നു ആദ്യം പാടി തുടങ്ങിയത്, ഇളയരാജാ സാറിൻ്റെയും. പിന്നെ മലയാളത്തിൽ ദക്ഷിണാമൂർത്തി സ്വാമികൾ, ദേവരാജൻ മാസ്റ്റർ, എം കെ അർജുനൻ മാഷിൻ്റെ സിനിമകളിലും പാടിയിട്ടുണ്ട്. ജെറി അമൽദേവ് സാർ, ശരത് സാറ്, എം ജയേന്ദ്ര സാർ, രവീന്ദ്ര മാഷ്, എല്ലാവരുടെയും, MS വിശ്വനാഥ് സാർ, എല്ലാവരുടെയും കേൾക്കുമായിരുന്നു. ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ രാജാ സാറിന്റെ പേര് ആദ്യം കേട്ടതുകൊണ്ടാണ് രാജാ സാറിന്റെ ഒരു പാട്ട് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട്. ആ, ഞാനൊരു സിന്ധു ആണ് ആദ്യം 1.5 വയസ്സിൽ പാടി തുടങ്ങിയെന്ന് പറഞ്ഞു അച്ഛനും അമ്മയും. അത് പാടല്ലേ? നാനൊരു സിந்து காவடி சிந்து, நானொரு சிந்து காவடி சிந்து, ராகம் புரியவில்லை, உள்ள சோகம் தெரியவில்லை, தந்தை இருந்தும் தாயும் இருந்தும் சொந்தம் எதுவும் இல்லை, அதை சொல்ல தெரியவில்லை. நானொரு சிந்து காவடி சிந்து, ராகம் புரியவில்லை, உள்ள சோகம் தெரியவில்லை, தந்தை இருந்தும் தாயும் இருந்தும் சொந்தம் எதுவும் இல்லை, அதை சொல்ல தெரியவில்லை. ഇത് എങ്ങനെ ഈ നിർത്താൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കൃത്യമായിട്ട് എനിക്ക് ഒരു സംശയമുള്ളത്, ഇപ്പോൾ എല്ലാ പാട്ടുകാരും ആസ്വദിച്ച് പാടും, അപ്പോഴാണ് അതിന് സൗന്ദര്യം കൂടുക. കേൾക്കുന്നവർക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നതും അപ്പോഴാണ്. വൈക്കം വിജയലക്ഷ്മിക്ക് പാടുമ്പോൾ ഒരു ഇരട്ടി ആസ്വാദനമുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതായത് സാധാരണ ആസ്വദിച്ച് പാടുകയല്ല, അതിലേറെ ആസ്വദിച്ച് പാടുകയാണ്. ശരിയാണോ? ഉണ്ട്. അതെ 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 അതെ, അതാണ് കറക്റ്റ് കറക്റ്റ്. ആ ചിരിയിലുണ്ടല്ലോ. അപ്പോൾ വീണ ഉപയോഗിച്ചൊന്ന്. അതെ അതെ, ഗായത്രി വീണ. നമ്മുടെ വിനോദ് വൈക്കം വിജയലക്ഷ്മിയെ ഇന്ന് അതിഥിയാക്കാൻ പരിശ്രമിച്ചത് വിനോദാണ്. വിനോദ് ആവശ്യപ്പെടുന്നുണ്ട് ആ വീണ കൂടി ഒന്ന് അവതരിപ്പിക്കാൻ പറയണേ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ ആയിക്കോട്ടെ വിനോദേട്ടാ, താങ്ക് യു. വീണയൊരു ഗണപതി സ്തുതി, മഹാഗണപതി എല്ലാവർക്കും പരിചിതമായ നാട്ടരാഗത്തിലുള്ള ആദിതാളത്തിലെ മഹാഗണപതി മനസാസ്മരാമി, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി, വളരെ പരിചിതമാണ് എല്ലാവർക്കും അല്ലേ? അതെ അതെ.
മഹാഗണപതി. അല്ല, എങ്ങനെയാണ് ഈ വീണ വായന അതിൽ ആകൃഷ്ടയായത് എങ്ങനെയാണ്? അത് അഭ്യസിച്ചത് എങ്ങനെയാണ്? അത് എളുപ്പത്തിൽ പഠിച്ചത് എങ്ങനെയാണ്? കാരണം ഇതത്ര എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ വിവിധ വീണകളിലേക്ക് ഇന്ന് ആലോചിച്ച് നോക്കൂ, കളിപ്പാട്ട വീണയിലാണ് തുടക്കം. അതെ, അതെ അതെ. എൻ്റെ കോബ്രദർ നിർമ്മിച്ച കളിപ്പാട്ടത്തിൽ തുടങ്ങിയിട്ട് 1997 സ്റ്റേറ്റ് സ്കൂൾ ഫെസ്റ്റിവലിന് ക്ലാസിക്കൽ മ്യൂസിക്കിന് 1ാം സ്ഥാനം ലഭിച്ചു. അപ്പോൾ കുമ്മനം ശശികുമാർ സാർ ഗായത്രി തമ്പുരു സമ്മാനം നൽകി. അച്ഛനാണ് ഒറ്റ കമ്പിയിൽ ഇലക്ട്രിഫൈ ചെയ്ത് തന്നത്. ഇപ്പം ഞാൻ വായിക്കുന്നത് അച്ഛൻ സ്വന്തമായി നിർമ്മിച്ച വീണയാണ്. തനിയെ തന്നെ അഭ്യസിച്ചതാണ്. ആദ്യമേ സ്പൂൺ ഉപയോഗിച്ചൊക്കെയാണ് വായിച്ചു തുടങ്ങിയത്. മറ്റേ കോബ്രദറിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ചുള്ള കളിപ്പാട്ടത്തിൽ. അങ്ങനെ സപ്തസ്വരങ്ങളെല്ലാം, സിനിമാ ഗാനങ്ങൾ, ഭക്തിഗാനങ്ങൾ, ക്ലാസിക്കലെല്ലാം വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു വായിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായതല്ല. സരസ്വതി കടാക്ഷം. അതെ, അത് കേൾക്കാൻ ഞങ്ങൾക്കും ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. വീട്ടിലെ മറ്റു വിശേഷങ്ങൾ കൂടി ഒന്ന് പറയാമോ? പിന്നെന്താ, വീട്ടില് അച്ഛനും അമ്മയും ഞാനുമാണ്. ഞാൻ ഒരാളേ ഉള്ളൂ, അതറിയാലോ അല്ലേ? അമ്മയുടെ പേര് വിമല, അച്ഛൻ്റെ പേര് വി മുരളീധരൻ. ഞങ്ങളെല്ലാവരും ഇപ്പം സുഖമായിട്ട് സൂപ്പറായിട്ടിരിക്കുന്നു. അച്ഛനോടും അമ്മയോടും ഒക്കെ വല്ലാത്തൊരു അടുപ്പമാണ് വൈക്കം വിജയലക്ഷ്മി എന്ന് വായിച്ചിട്ടുണ്ട് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. വൈക്കം വിജയലക്ഷ്മിയുടെ പ്രകാശമാണവർ. അച്ഛൻ്റെ അമ്മയുടെയും പ്രോത്സാഹനമാണ് പ്രധാനം. പിന്നെ ഗുരുക്കന്മാരുടെയും അതെ പ്രകാശമാണ്, തീർച്ചയായിട്ടും വെളിച്ചമാണ്, അങ്ങനെ പറയാവൂ. ഇപ്പൊ ഈ ഗാനമേള വേദികളിലൊക്കെ ഏറെ സജീവമാണല്ലോ. പിന്നെ ഫോണിലൂടെ സംഗീതം ഒരു പഠിപ്പിക്കാൻ. അതെ, അപ്പൊ ഒരു സിനിമാ ഗാനം കൂടി ആയാലോ? ഇത് ആയിക്കോട്ടെ. ഏതാ വേണ്ടത്? ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെയാണോ? അത് മതി, അത് മതി. അതാണ് ഏറ്റവും എനിക്ക് സംസ്ഥാന അവാർഡ് നൽകിയ. അത് പാടണം. അത് രണ്ടുപേരും കൂടുതൽ പാടിക്കോളൂ കേട്ടോ. ആയിക്കോട്ടെ. അതെ ആയിക്കോട്ടെ. അപ്പോൾ ഔസേപ്പച്ചൻ സാറിൻ്റെ സംഗീതത്തിൽ വീണ്ടും കമൽ സാറിൻ്റെ ചിത്രം. അതെ, മധു വാസുദേവ് സാറിൻ്റെ രചന. അതിലും ഗായത്രി വീണയുടെ BG എല്ലാം വായിച്ചിട്ടുണ്ട്. ഉടുക്കിൻ്റെ പീസൊക്കെ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ BG മുതൽ തുടങ്ങട്ടെ. സന്തോഷം. എത്ര നേരം ഇരുന്നാലും അത്രയും സന്തോഷം. BGയോട് കൂടി തുടങ്ങാം അല്ലേ? തുള്ളിക്കൊരു കുടം കണക്കെ മാരി പെയ്യുമ്പം ഉമ്മറത്തിന്നേലിരുന്നു കണ്ടതല്ലേ ആരാരും കാണാത്തൊരു പൊൻകിനാവ് അന്ന് നിന്റെ കണ്ണില് പൂത്തുമിന്നിയ നല്ല നാള് ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ തേനൂറും കനിയേറെ കൊത്തിയിട്ടും ചുണ്ടിൽ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ. ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെ
പട്ടുപോലുള്ളൊരു പാട്ടിനുള്ളിൽ സങ്കടമല്ല, സന്തോഷമാണ്. മധുരമൂറുന്ന ഒരുപാട് പാട്ടുകൾ ഇനിയും ആ ഉള്ളിലുണ്ടെന്നറിയാം. ഇടയ്ക്ക് വൈക്കം വിജയലക്ഷ്മി പറഞ്ഞിരുന്നു ചികിത്സയൊക്കെ പുരോഗമിക്കുന്നുണ്ട് എന്ന്. പക്ഷേ ചില തെറ്റായ പ്രചരണങ്ങളും വന്നു. പക്ഷെ വൈക്കം വിജയലക്ഷ്മി പറഞ്ഞു ഞാൻ പ്രതീക്ഷയിലാണ്, ആത്മവിശ്വാസത്തിലാണെന്ന്. ചികിത്സ എവിടെ എത്തി? അതെ അതെ അതെ. അമേരിക്കയിൽ ഇപ്പം പോകാൻ സാധിച്ചിട്ടില്ല. നേരത്തെ അവിടുന്ന് വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം കോവിഡ് വന്ന് അങ്ങനെ പ്രശ്നങ്ങളായതുകൊണ്ട് പോകാൻ സാധിച്ചിട്ടില്ല. ശങ്കര നേത്രാലയയിലൊക്കെ പോയപ്പോൾ റെറ്റിനൽ പ്രോബ്ലം ആണെന്നും പറയുന്നുണ്ട്, പിന്നെ ബ്രെയിനിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഈ വർഷം അമേരിക്കയിൽ പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ഒക്ടോബറിൽ അത് കൺഫേം ആയിട്ടില്ല, അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രോഗ്രാമും എൻ്റെ ഭാഗമായിട്ട് ട്രീറ്റ്മെൻറ്റും ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെല്ലാം ഭഗവാന്റെ കൈ. പിന്നെ ഈ ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്, ഈ ഗാനമേള വേദിയിൽ പാടുന്നതാണോ സ്റ്റുഡിയോയിൽ പാടുന്നതാണോ? അല്ലാതെ കാഴ്ചയൊന്നും കിട്ടിയിട്ടില്ല. പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ. എന്തോ പറഞ്ഞോളൂ. പറഞ്ഞു വന്നത് എല്ലാം എനിക്ക് ഇഷ്ടമാട്ടോ. കച്ചേരിയാണ് പ്രധാനം. ശരി, അതല്ല ഞാൻ ചോദിച്ചത്, ഒരു ക്ലീഷയാണ്. പറഞ്ഞു വന്നത് എല്ലാം ഭഗവാന്റെ കയ്യിൽ വിളിച്ച്. അതായത് ഗാനമേള വേദിയിൽ പാടുന്നതാണോ സ്റ്റുഡിയോക്കുള്ളിൽ പാടുന്നതാണോ ഇഷ്ടം, എളുപ്പം? അങ്ങനെയൊന്നുമില്ല, എല്ലാം എളുപ്പം തന്നെ. ഗാനമേളയ്ക്ക് പാടുന്നതും സ്റ്റുഡിയോയിൽ പാടുന്നതും കച്ചേരിയാണ് പ്രധാനം. എല്ലാം ഈസി തന്നെ. എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ, എല്ലാം ഇഷ്ടം തന്നെ. അപ്പോൾ കച്ചേരിയുടെ ഒരു ഭാഗം കൂടി പാടാമെന്ന് തോന്നുന്നില്ല. എല്ലാം ഇഷ്ടമാണ്. അതെ അതെ. കച്ചേരിയുടെ ഏതാണ് വേണ്ടത് പറഞ്ഞാൽ മതി. ഇഷ്ടമുള്ളത്. പിന്നെ കാഴ്ചയുടെ കാര്യം പറഞ്ഞാൽ വെളിച്ചമൊക്കെ കൂടുതൽ കണ്ടു തുടങ്ങിയെന്നല്ലാതെ മറ്റ് ഒന്നും കാഴ്ച കിട്ടിയിട്ടില്ല. അതായത് ഈ പകലും രാവും ഒക്കെ അറിയാൻ പറ്റും അല്ലേ കച്ചേരിയുടെ ഭാഗമായിട്ടല്ലേ? അതെ, അതറിയാൻ പറ്റും. അത് മാത്രം. വളരെ സന്തോഷം. വലിയൊരു മാറ്റമാണ്. കാഴ്ച കിട്ടിയെന്നും പറഞ്ഞാൽ എന്നോട് ആ രീതിയിൽ പെരുമാറുമെന്നൊക്കെ എല്ലാവരും പറയും. അതാണ് ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ കച്ചേരിയുടെ ഒരു ഭാഗം ഇഷ്ടമുള്ളത്. അപ്പോൾ കച്ചേരിയുടെ ഏതാണ് വേണ്ടത്? ഞങ്ങൾ ഈ സംഗീതത്തിൽ അത്ര അഗ്രഹണീയൊന്നും അല്ലല്ലോ. പാട്ട് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടും, സന്തോഷം. പ്രത്യേകിച്ച് വൈക്കം വിജയലക്ഷ്മിയെ പോലുള്ളവരുടെ പാട്ടാകുമ്പോൾ ഇരട്ടി സന്തോഷം. ഇഷ്ടമുള്ള ഒരു ഭാഗം. ആയിക്കോട്ടെ, താങ്ക് യു. ഇന്ന് ഗണപതി മയമായതുകൊണ്ട് ഗണപതി സ്തുതി തന്നെ അങ്ങോട്ട് പാടാല്ലേ? സഹാന രാഗത്തില് പാപനാശം ശിവൻ കൃതിയുണ്ട്, ശ്രീ വാതാപി ഗണപതിയെ. അത് പാടാം. ദേവാദിദേവൻ ത്യാഗേശൻ, ദേവാദി ദേവൻ ത്യാഗേശൻ, ദേവാദി ദേവൻ ത്യാഗേശൻ. തിരുവിളയാടൽകൾ തിരുവാരൂർ വളർ, ദേവാദി ദേവൻ ത്യാഗേശൻ. തിരുവിളയാടൽകൾ തിരുവാരൂർ വളർ, ശ്രീ വാതാപി ഗണപതിയേ ഉൻ തിരുവടിയേ ശരണം. ശ്രീ വാതാപി ഗണപതിയേ ഉൻ തിരുവടിയേ ശരണം. ശ്രീ വാതാപി ഗണപതിയേ ഉൻ തിരുവടിയേ ശരണം. ശ്രീ വാതാപി ഗണപതിയേ.
ഇതിനിടയിൽ ഇവിടെ നിന്ന് നേരെ മറ്റൊരു ആംഗിളിലേക്ക് പോട്ടെ. കാരണം പാരഡി ഗാനങ്ങൾ പാടാൻ അല്ല, ഈ ചോദിക്കുന്ന ചോദ്യത്തിനും അവിടെ കേൾക്കുന്നതിനും തമ്മിൽ കുറച്ചൊരു വ്യത്യാസം, കാലതാമസം വരുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഫ്ലോയിൽ പോകാൻ കഴിയാത്തത്. വീണ്ടും ഒന്ന് ഇടപെടുകയാണ്, ക്ഷമിക്കുക. ഞാൻ ചോദിച്ചു വന്നത് ഈ പാരഡി ഗാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ 100 നാവാണ്. അത് വലിയ ആവേശത്തോടു കൂടി എപ്പോഴും പാടുന്നത് കേൾക്കാം. പക്ഷെ ഞങ്ങൾക്ക് എങ്ങനെയാണ് അതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുക? അതെ, അത് ശരിയാ. അതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് ശരിയാ. പാരഡി ഗാനങ്ങൾ കേശവമാമന്റെ പാട്ടുകളുടെ ആരാധികയാണ് ഞാൻ. കേശവമാമൻ സർ, നാദൃഷിക്ക, അല്ലേ, എത്ര ആർക്ക്. ശരി, ഒരെണ്ണം ഞങ്ങൾക്കായി. ഏത്? അപ്പം പാടട്ടെ പാരഡി ഗാനങ്ങൾ. ആയിക്കോട്ടെ, ഒരു പാരഡി ഗാനം പാടാല്ലേ. മോന്തയ്ക്കു കുരുവുണ്ടോ, പെടലിക്ക് നീരുണ്ടോ, തലയിൽ താരനുണ്ടോ, കയ്യിൽ മാന്തുമ്പോൾ ചൊറിച്ചിലുണ്ടോ, കയ്യിൽ മാന്തുമ്പോൾ ചൊറിച്ചിലുണ്ടോ, ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുന്നേരം കണ്ണിൽ കടിയുണ്ടോ. മോന്തയ്ക്ക് കുരുവുണ്ടോ, പെടലിക്ക് നീരുണ്ടോ, തലയിൽ താരനുണ്ടോ, കയ്യിൽ മാന്തുമ്പോൾ ചൊറിച്ചിലുണ്ടോ, കാലിനടിഭാഗം വിള്ളലുണ്ടോ, ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുന്നേരം കണ്ണിൽ കടിയുണ്ടോ. മോന്തക്ക് കുരുവുണ്ടോ, പെടലിക്ക് നീരുണ്ടോ, തലയിൽ താരനുണ്ടോ. ഓ, അതാണ് അതിന്റെ ഹൈലൈറ്റ്. ആ പാട്ട് പാടുമ്പോഴും ആസ്വദിച്ചാണ് പാടുന്നത്. ചിരിച്ച് കളിച്ച് ഞങ്ങളിലേക്കും കൂടെ ചിരി തന്ന് നമ്മുടെ വിജയുടെ. അതെ, അത് ഞങ്ങളുടെ പ്രൊഡ്യൂസർ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിച്ചൊരു കാര്യമാണ്. ഞാൻ അതൊരു പ്രത്യേക ചോദ്യമായിട്ട് ചോദിക്കാനിരിക്കുകയായിരുന്നു. കാരണം തമിഴിലേക്കുള്ള പാട്ടനുഭവമൊക്കെ എങ്ങനെയായിരിക്കുന്നു. പക്ഷെ ആ അനുഭവം കേൾക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ കൃഷ്ണപ്രിയ എന്നാണ് പേര്. കൃഷ്ണ ഇങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നത് തെറി എന്ന മൂവിയിലെ ആ മെലഡി പാട്ടിനിടയിലുള്ള ഹമ്മിങ് ആണ്. തെരി മൂവിയിലെ സംസ്കൃത ശ്ലോകം. അതെ അതെ, ആ സംസ്കൃത ശ്ലോകം. അതെ അതെ, ആയിക്കോട്ടെ. ഉഭയകുശല ചിരജീവന പ്രസുഖ ഭരിത മഞ്ജുളതര ശൃംഗാരേ സഞ്ചാരേ അധര രുചിത മധുരിത ഭഗ സുധന കനക പ്രശമ നിരത ബാന്ധവ്യേ മാംഗല്യേ മമ തവ സതി സമദശ ശതമുദമന ശുഭ സുമനലയിവ സുസുത സഹിത കാമം വിരഹരഹിത ഭാവം ആനന്ദഭോഗം ആജീവകാലം പാശാനുബന്ധം കാലാനുകാലം ദൈവാനുകൂലം കാമ്യാർത്ഥസിദ്ധിം കാമയേ. ആഹാ, അല്ല, ഇത് വേറൊരു കാര്യം ഓർക്കുന്നത്, ഇപ്പോൾ ഈ പുതിയ കാലത്തെ പാട്ടുകാരിൽ ചിലരെങ്കിലും ഒന്ന് മൊബൈൽ ഫോണോ ടാബോ ലാപ്പോ ഒന്നുമില്ലാതെ വരികൾ ഓർത്ത് പാടാൻ പറ്റാത്തവരാണ്. അവിടെയാണ് അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ ഇത്രയേറെ പാട്ടുകൾ, അതിവേഗത്തിലുള്ള വരികൾ, പാടിപ്പറയേണ്ട വരികളൊക്കെ ഇങ്ങനെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കഴിവാണ്. അതിന് ആദ്യമേ നമിക്കുന്നു വൈക്കം വിജയലക്ഷ്മി. പിന്നെ ഒരു കാര്യം കൂടി, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഭരതനാട്യം സിനിമയിൽ പാടിയല്ലോ, ആ പാട്ടിന്റെ 2 വരികൾ കൂടി. ആ ഭരതനാട്യം, അതെ അതെ, ആയിക്കോട്ടെ. നമ്മുടെ സാമുവൽ സാറിന്റെ സംഗീതമാണ്, മനു മഞ്ജിത്ത് ചേട്ടനാണ് രചന. വമ്പന്മാരായ വലിയ കൊമ്പത്തേറി നാട്ടിൽ തണ്ടും കാട്ടി മുൻപേ നടന്നവർ പിന്നെ പിന്നെ പയ്യെ പമ്മി പമ്മി നീണ്ട മണ്ട താഴ്ത്തി കൂട്ടിലൊതുങ്ങിയോ. ഇക്കളി നാളെ കയ്യിൽ നിന്നും തെറിക്കുമോ, കാണാ കപ്പലിലേറി മാനം ദൂരെ ഒടുങ്ങുമോ. ഇന്നിതുവരെയും കെട്ടിപ്പൊക്കും സകലതും പടയിടിഞ്ഞു പൊളിഞ്ഞു പൊടിഞ്ഞു തകരുമേ. വമ്പന്മാരായി വലിയ കുമ്പത്തേറി നാട്ടിൽ തണ്ടും കാട്ടി മുൻപേ നടന്നവർ
പിന്നെ പിന്നെ പയ്യെ പമ്മി പമ്മി നീണ്ട മണ്ട താഴ്ത്തി കൂട്ടിലൊതുങ്ങിയോ. ശരി, ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് കേട്ടോ. കേട്ടിരിക്കാൻ എന്തൊരു അതായത് സുഖമാണ്. വൈക്കം വിജയലക്ഷ്മിക്ക് നമസ്കാരം. പിന്നെ വീണ് കിട്ടിയ അതിഥി വൈക്കം വിജയലക്ഷ്മി വീണ വായനയിലൂടെ വിഘ്നേശ്വരനെ പ്രീതിപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ വിജയലക്ഷ്മി എല്ലാവിധ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. കേട്ടിരിക്കാൻ വളരെ സുഖം. ഈ പാട്ട് പിന്നെ അതായത് ഇതിൻ്റെ ഒരു വരി പാടാൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന് പ്രകാശൻ വേലുക്കുട്ടി പറയുന്നു. അങ്ങനെ നിരവധി പ്രേക്ഷകർ ഇങ്ങനെ വന്ന് ആശംസകൾ നേരുന്നു, അത്ഭുതം പറയുന്നു. ഏതായാലും വളരെ നിഷ്കളങ്കമായ ചിരി എല്ലാവരെയും ആകർഷിക്കുന്നു. യെസ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നുമല്ല, നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ പിന്നെന്താ പറയാലോ എന്ന് പറയുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, അതിൽ തന്നെ വൈക്കം വിജയലക്ഷ്മിയുടെ അടയാളമുണ്ട്, അതിലൊരു സംശയമില്ല. ആ ശബ്ദം പോലെ തന്നെ ആ പ്രതികരണങ്ങളിലും ആ ഒരു ഇമ്പം, ഒരു സ്നേഹം, കരുതലൊക്കെ ഉണ്ട് എന്നറിയുന്നതിൽ സന്തോഷം. ഈ അച്ഛനെ അമ്മയെ ഒന്ന് ആ ഫ്രെയിമിലേക്ക് ഒന്ന് വിളിക്കാവോ? പ്രേക്ഷകർ അതും ആവശ്യപ്പെടുന്നുണ്ട്. താങ്ക് യു. ആ വിളിക്കാൻ അച്ഛനും അമ്മയൊന്ന് വിളിക്കാം. അച്ഛൻ ഒന്ന് വരാമോ? അമ്മയും വരാമോ? അച്ഛനും അമ്മയും വരാമോ? ഇതേ വിളിക്കുന്നുണ്ട്. അല്ല അതെ അച്ഛനും അമ്മയും ഇങ്ങനെ അച്ഛനമ്മ വന്നോട്ടെ. അപ്പൊ നമുക്ക് കൈക്കോട്ടും കണ്ടിട്ടില്ല എന്നുള്ള പാട്ട്, അതായത് കൂടുതലും ഈ കോമിക് ടൈപ്പ് പാട്ടുകളാണല്ലോ. ഇപ്പോൾ ഉട്ടോപ്പിയയിലെ രാജാവ്, അതിലെ പാട്ട് എല്ലാം കുറച്ച് കോമിക്കാണ്. ആ പാട്ടുകൾ കൂടി പാടാമോ? ഗണപതി സ്തുതികളാണ് കൂടുതലായി നമ്മൾ ഉദ്ദേശിച്ചതെങ്കിലും വൈക്കം വിജയലക്ഷ്മി വിനായക ചതുർത്ഥി ദിവസത്തിൽ ഏത് പാട്ടുപാടിയാലും പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ കൂടുതൽ പാട്ടുകൾ പാടാൻ ആവശ്യപ്പെടുന്നത്. ആ അത് ശരി, ആയിക്കോട്ടെ, താങ്ക് യു. അപ്പോൾ കൈക്കോട്ടല്ലേ? കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല, കച്ചറ കാട്ടി നടക്കും, വെക്കറ കാട്ടി വെടക്കായി, വടക്കും തെക്കും നടന്ന് നടുപൊടിക്കും. കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല, കച്ചറ കാട്ടി നടക്കും, വെക്കറ കാട്ടി വെടക്കായി, വടക്കും തെക്കും നടന്ന് നടുപൊടിക്കും. ഇത് നേരത്തെ ചോദിക്കാൻ വെച്ചിരുന്ന ഒരു ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണേ. കാരണം ഈ അന്യഭാഷ, പ്രത്യേകിച്ച് തമിഴിലേക്ക് പോയപ്പോൾ അവിടുത്തെ ഒരു അനുഭവം കൂടി ഒന്ന് പറയാമോ? കാരണം നിറയുടെ പാട്ട് പാടിക്കഴിഞ്ഞു നമുക്കായിട്ട്, പക്ഷെ ആ ഒരു അനുഭവം കൂടെ കേൾക്കണം. നല്ല നല്ല അനുഭവങ്ങളാണ് ഇവിടെ. അതെ, തമിഴ്നാട്ടിൽ ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു. ആദ്യം പാടിയത് കാറ്റേ കാറ്റേ എന്നുള്ള പാട്ടിൻ്റെ തമിഴ് വെർഷനായിരുന്നു. അതിനുശേഷം സന്തോഷ് നാരായൺ സാറിൻ്റെ കുക്കു, പിന്നെ ഡി ഇമാൻ സാറിൻ്റെ 7-8 പടങ്ങൾ പാടിയിട്ടുണ്ട്. വളരെ നല്ല അനുഭവങ്ങളായിട്ട് തമിഴ്നാട്ടിൽ. പ്രത്യേക ഒരു രസമാണ്. എല്ലാവരും നല്ല പ്രോത്സാഹനമാണ്, ഇവിടുത്തെ പോലെ തന്നെ അവിടെയും. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും പ്രിയപ്പെട്ടവരാണ് എന്ന് തർക്കം ഉണ്ടാവില്ല. പക്ഷെ എങ്കിലും എപ്പോഴും കാണുന്ന, എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരു കാര്യം വരുമ്പോൾ പെട്ടെന്ന് വിളിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കൾ ഉണ്ട്. സുഹൃത്തുക്കൾ ഇഷ്ടംപോലെ ഉണ്ട്. അമൃത, വിദ്യ, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ, വിദ്യ, അമൃത, ഹിമ, അശ്വതി, പിന്നെ ഇപ്പോൾ ഒരു ആളുകൂടെ ഉണ്ട്, ഒരു പ്രശസ്ത എഴുത്തുകാരി പ്രിയ ഷൈൻ, അറിയാവോ? പ്രശസ്ത രചയിതാവാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിന്, സ്ത്രീകൾക്കെതിരെ പൊരുതുന്ന, തൂലിക പടവാളാക്കി മാറ്റുന്ന ഒരു കുട്ടിയാണ്. പ്രിയ ഷൈനുണ്ട്. പിന്നെ ധാരാളം, പിന്നെ എൻ്റെ സ്റ്റുഡൻ്റ് ഉണ്ട് സൗമ്യ. എല്ലാവരും സുഹൃത്തുക്കളാട്ടോ. സുഹൃത്തുക്കളെ അല്ലാത്തവരും ആരുമില്ല. ഉപ്പിന് പോണ വഴിയേത് കൂടി പാടിയാലോ? പ്രധാനമായിട്ട് സൗമ്യ, ഗിരിജാമ്മ, എത്രയോ പേര്. ആയിക്കോട്ടെ. ഉപ്പിന് പോണ വഴിയേത്, ഉട്ടോപ്പിയുടെ തെക്കേത്, തെക്കോട്ട് പോണ വഴിയേത്, ഉട്ടോപ്പിയുടെ വടക്കേത്, വടക്കോട്ട് പോണ വഴിയേത്, ഉട്ടോപ്പിയുടെ കിഴക്കേത്, കിഴക്കോട്ട് പോണ വഴിയേത്, ഉട്ടോപ്പിയുടെ പടിഞ്ഞാറ്, പടിഞ്ഞാറ് പോണ വഴിയേത്, നെടുകെ ചെന്നിട്ട് മേപ്പോട്ട്, മേപ്പോട്ട് പോണ വഴിയേത്, മോളിൽ ചെന്നിട്ട് കീപ്പോട്ട്. എന്റെ പൊന്ന ശരിക്കും ആ പാട്ട് ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്ന നേരത്തിൽ പറഞ്ഞുടൻ പാടി തുടങ്ങുന്നു, അതങ്ങ് ലയിച്ചു പാടുന്നു. അച്ഛനും അമ്മയും അങ്ങോട്ട് വരുന്നുണ്ടോ? അല്ല, അവര് തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇല്ല, അവര് വായോ, അത് കുഴപ്പമില്ല, നമ്മള് വീട്ടിലല്ലേ. അതെ,
പ്രേക്ഷകർ നിരന്തരമായിട്ട് ഇങ്ങനെ സന്ദേശങ്ങൾ അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അവിടേക്ക് എത്തിക്കാനായി. എത്രയധികം സ്നേഹമാണ് പങ്കുവെക്കാനുള്ളത്, എത്രയധികം പേരുടെ പ്രാർത്ഥന സ്നേഹമൊക്കെ ഞങ്ങളിലൂടെ ഇങ്ങനെ ഞങ്ങൾ കൈമാറുകയാണ്. താങ്ക് യു. അതിനും ഒരു താളമുണ്ട്. പിന്നെ ഞാൻ റഷ്യൻ ഉപകരണം വായിക്കുന്നുണ്ട്, കസു എന്നും പറയും, ഗായത്രി വീണ കൂടാതെ. അതെ അതെ, ആ വിശേഷം പറയും. കസു എന്ന് ഉപകരണം വായിക്കുന്നുണ്ട്. എന്തോ എന്താണ് പ്രത്യേകത? ഒരു റഷ്യൻ ഇൻസ്ട്രുമെന്റ് കസു വായിക്കുന്നുണ്ട്, കീബോർഡ് വായിക്കാറുണ്ട്. കസു എന്ന് പറഞ്ഞാൽ വായിൽ വെച്ചിട്ട് ഊതണ്ട, പാട്ട് മൂളിയാ മതി. ഇപ്പോഴുണ്ടാവോ ഞങ്ങൾക്ക് ഇത് പറ്റുമോ? പി ആണെങ്കിൽ ഊതേണ്ടി വരും, ഇത് അങ്ങനെ വേണ്ട. പിന്നെ കീബോർഡ് അമ്മ കസു എവിടെ ഇരിക്കുന്നേ? കസു എവിടെയാ? നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ നമുക്ക് വല്ലാതൊരു സ്നേഹം തോന്നിപ്പോവാണല്ലേ. ഒരു എന്താണ് നമ്മുടെ ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു വഴികാട്ടിയെ പോലെ തോന്നുകയാണ്. ആണോ? സാറിന്റെ പേരെന്താ? ജോൺ പിട്ട സാറാണോ? അല്ലല്ല, ഞാൻ എൻ്റെ പേര് കൃഷ്ണരാജ്, എനിക്കൊപ്പം ഉള്ളത് അനു. സാറേ? അനു സൂരജ്. എൻ്റെ പേര് കൃഷ്ണരാജ്. അതെ സാറിന്റെ പേര്. അയ്യോ, ഞങ്ങളുടെ പേര് പറഞ്ഞു വിളിച്ചാൽ വളരെ സന്തോഷമായിരിക്കും. ആ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഞങ്ങൾ ഒന്ന് പോസ് ചെയ്തത്. പേര് പറഞ്ഞു വിളിച്ചാൽ മതി, സാറൊന്നൊന്ന് വിളിക്കുക. അയ്യോ വേണ്ട, അയ്യോ ഞാൻ പറഞ്ഞില്ലേ, എനിക്കും അനുവിനും ഒക്കെ ഇപ്പോൾ തോന്നുന്നത് നമ്മൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. അതിലൊരാളാണ് വൈക്കം വിജയലക്ഷ്മി. അതിലേറ്റവും ഉയർന്ന പദവി ഞങ്ങൾ വൈക്കം വിജയലക്ഷ്മിക്ക് തരും, അതിലൊരു സംശയമില്ല. കാരണം ഇത്രയും വലിയൊരു ഗായിക അതാണ്. നമ്മൾ മുമ്പ് KS ചിത്രയെ കുറിച്ച് പറയില്ലേ, എത്ര ഉയരങ്ങളിലാണെങ്കിലും KS ചിത്ര അതിവിനയത്തോടെ, പരിസരബോധത്തോടെ, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ മാത്രമേ നമ്മളോട് പെരുമാറും. അതുപോലൊരു ഒരു ഒരു രീതിയാണ്, ഒരു ശൈലിയാണ്. ഒരു സംശയം വേണ്ട വിജയലക്ഷ്മിയുടേത്. ശരി, അവിടെ ഇങ്ങനെ ആ വാദ്യോപകരണം എന്തായിരുന്നു പേര് പറഞ്ഞിരുന്നത്? ഞാൻ ഓർമ്മയില്ല. ശരി, റഷ്യൻ വാദ്യോപകരണമാണ് എന്നാണ് പറയുന്നത്. ശരി, നമ്മുടെ റെഡിയായോ? ആ വിഷയത്തിൽ നമ്മുടെ പരിജ്ഞാനം എനിക്ക് തോന്നുന്നു ഈ ഫ്രെയിം ഇനി വൈക്കം വിജയലക്ഷ്മിയിലേക്ക് പോകുമ്പോൾ അച്ഛനും കൂടെ ഉണ്ടാവും തോന്നുന്നു. ശരി ശരി, അപ്പൊ വേഗത്തിൽ പോവാം. നമസ്തേ സർ, വളരെയധികം സന്തോഷം. വായിച്ചിട്ടുണ്ട് ഇതില്, പിന്നെ മലയാളി ഫ്രം ഇന്ത്യ. അദ്ദേഹത്തിൽ നിന്ന്, അച്ഛനിൽ നിന്ന് കുറച്ച് കേൾക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ശരി ശരി, ഓക്കെ. അച്ഛൻ സംസാരിക്കും. അച്ഛൻ ഹലോ, ഞാൻ വൈക്കം വിജയലക്ഷ്മിയുടെ പിതാവാണ്. ഇന്ന് വിനായക ചതുർത്ഥി ആണ്. ജനം TV-യുടെ എല്ലാ പ്രേക്ഷകർക്കും അതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഞങ്ങളുടെ വിനായക ചതുർത്ഥി ആശംസകൾ നേരുകയാണ്. ഇന്ന് വൈക്കം വിജയലക്ഷ്മിയുടെ ഒരു ചെറിയ പ്രോഗ്രാമാണ് ഇന്ന് കാണിക്കുന്നത്, പുത്തൻ പുലരി എന്നുള്ള പ്രോഗ്രാമിൽ. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിനായക ചതുർത്ഥി. വിജയലക്ഷ്മി പോലൊരു മകളെ കിട്ടിയതിൽ എത്രമാത്രം അഭിമാനിക്കുന്നുവെന്ന് ആ അച്ഛനിൽ നിന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അച്ഛനോടൊന്ന് ചോദിക്കാവോ? അത് ഞങ്ങൾ ഈ പറഞ്ഞൊന്ന് ചോദിക്കാവോ അച്ഛനോട്? പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ചൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അച്ഛാ, അതെ പറയുന്നു, വിജയലക്ഷ്മിയെ കിട്ടിയതിൽ എത്രമാത്രം അഭിമാനിക്കുന്നു എന്ന് പറയാൻ ചോദിക്കുന്നവർ. അതിനെപ്പറ്റി വിജയലക്ഷ്മി എന്നുള്ളൊരു മകളെ ഞങ്ങൾക്ക് കിട്ടിയതിൽ ഞങ്ങൾ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. കാരണം സംഗീതം എന്ന് പറയുന്നത് വിജയലക്ഷ്മിയുടെ ജീവനാണ്. ജനിച്ചപ്പോൾ തന്നെ സരസ്വതി ദേവിയുടെ കടാക്ഷം വേണ്ടുവോളം ലഭിച്ച ഒരു കുട്ടിയാണ് വൈക്കം വിജയലക്ഷ്മി. ഞങ്ങൾ അധികം ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. എല്ലാം 5 വയസ്സ് മുതൽ തന്നെ കർണാട്ടിക് മ്യൂസിക്കിൽ വളരെയധികം പ്രാവീണ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നതിന് മുമ്പ് തന്നെ
രാഗങ്ങളെല്ലാം കേട്ട് അതിൻ്റെ പേര് മാത്രം ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ആ രാഗങ്ങളെല്ലാം പഠിച്ചതും. 100 കണക്കിന് രാഗങ്ങൾ ആ 5 വയസ്സിൽ തന്നെ ഹൃദ്യമാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഗുരുമുഖത്ത് നിന്ന് പഠിച്ചു തുടങ്ങിയത്. അങ്ങനെ സംഗീതം ജീവിതമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കലാകാരിയാണ് വൈക്കം വിജയലക്ഷ്മി. ഇത്രത്തോളം എത്തിക്കാൻ പറ്റിയതിൽ ഞങ്ങളും വളരെയധികം അഭിമാനിക്കുന്നു. ശരി, സന്തോഷം അച്ഛാ. കാരണം സംഗീതത്തെ ജീവൻ പോലെ കൊണ്ട് നടക്കുന്നു വൈക്കം വിജയലക്ഷ്മി. ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, വയനാട് ദുരന്തം എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അവരെ സഹായിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി ജീവിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. അതിനോടൊപ്പം തന്നെ ഈ കല കൊണ്ടും സൗണ്ട് സിസ്റ്റം, സ്റ്റേജ് ഡെക്കറേഷൻ എന്ന് പറയുന്നുള്ള ഓരോരോ കാര്യങ്ങളായിട്ട് നടക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആഘോഷങ്ങൾ ഒഴിവാക്കുമ്പം ഇതെല്ലാം അവരുടെ ജീവിതത്തിനെ വളരെയധികം ബാധിക്കുകയാണ്. കൊറോണ വന്ന് കുറേ ആൾക്കാർ ബാധിച്ചു, കുറേ ആൾക്കാർ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതുകൊണ്ട് കല കൊണ്ട് ജീവിക്കുന്നുണ്ട്, അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരുണ്ട് എന്നൊന്ന് ഓർക്കണം. ആഘോഷങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആഘോഷം ഒഴിവാക്കണം എന്നല്ല, ഒഴിവാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അത് ഒന്ന് ആലോചിക്കണം. നമ്മുടെ ഭരണാധികാരികളായാലും സാംസ്കാരിക വകുപ്പായാലും ക്ഷേത്ര കമ്മിറ്റികളായാലും ഈ ഉത്സവങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ടാവും. അത് ദയവ് ചെയ്ത് അതുകൂടെ ഒന്ന് പരിഗണിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വലിയൊരു കലയുടെ പക്ഷത്ത് നിന്ന് മകളുടെ അച്ഛൻ പറയുകയാണ്, വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് സഹായം എത്തിക്കണം, അതേറെ സങ്കടകരമായ കാര്യമാണ്. പക്ഷേ കലയെ, കലാകാരന്മാരെ മാറ്റി നിർത്തരുത്. ഉത്സവങ്ങൾ, ആഘോഷങ്ങളൊക്കെ നടത്തണം. കാരണം ലക്ഷക്കണക്കിന് പേർ ശബ്ദ സംവിധാനം കൊണ്ട്, അല്ലാതെ ജീവനക്കാരായി, ഇപ്പോൾ സ്റ്റേജ് ഡെക്കറേഷനുള്ളവർ, പാടുന്നവർ, പശ്ചാത്തലമൊരുക്കുന്നവർ, അങ്ങനെ നിരവധി പേർ ജീവിക്കുന്നത് കലയിലൂടെയാണ്. അവരെ അവഗണിച്ച് കളയരുതെന്നൊരു അച്ഛൻ ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം ജീവനോപാധി കലയാക്കി മാറ്റിയ ഒരുപാട് പേർ, ഒരുപാട് കലാകാരന്മാരും അതോടൊപ്പം തന്നെ കൃഷ്ണൻ പറഞ്ഞ പോലെ മറ്റ് പ്രവർത്തകരും ഒക്കെ ഉണ്ട് നമുക്ക് ചുറ്റും. ഈ ഉത്സവ സീസണിലാണല്ലോ കൂടുതലും അവർക്ക് വേണ്ടിയിട്ടുള്ള ഇതും വരുന്നത്. എന്തായാലും അവരെ മാറ്റി നിർത്തില്ല, നമ്മുടെ കേരള സമൂഹം ഒപ്പം ചേർത്ത് പിടിക്കുമെന്ന് തന്നെയാണ് പ്രത്യാശിക്കുന്നത്. നമ്മൾ പറയുന്നത് അച്ഛന് കേൾക്കാൻ കഴിയുന്നില്ല, കാരണം അതുകൊണ്ടാണ് ഒരു പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇരുവർക്കും 2 ജീവനുകളാണ്. അതായത് വൈക്കം വിജയലക്ഷ്മിക്ക് സംഗീതവും ജീവനാണ്, അച്ഛനും അമ്മയും ജീവനാണ്. അവർക്കാകട്ടെ സംഗീതം ജീവനാണ്, സംഗീതകാരിയായ മകൾ അതിലേറെ ജീവനാണ്. ശരി, നമ്മളൊരു വാദ്യോപകരണം ഇങ്ങനെ കേൾക്കാനായി കാത്തിരുന്നപ്പോഴാണ് അച്ഛൻ വന്നത്. അതിലേക്കൊന്ന് എത്തിയാൽ വളരെയധികം നന്ദി. ഇനി അമ്മയും കൂടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും വൈക്കം വിജയലക്ഷ്മി ആ റഷ്യൻ വാദ്യോപകരണം അതിലേക്ക് കടന്നോളൂ. എന്തോ ആയിക്കോട്ടെ, ഗണപതി സ്തുതി തന്നെ വായിക്കാം അല്ലേ? ഓ ശരി. മതഗജമുഖനെ എന്നുള്ള ഗാനം ആലപ്പി രംഗനാഥ് സാർ സംഗീതം നൽകി ദാസേട്ടൻ ആലപിച്ച. സംഗീതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കുന്നു. ആ വാദ്യോപകരണത്തിന്റെ പേരെന്ന് പറയാമോ?
കസു എന്നാണ് പേര്. കസു. അപ്പോൾ വൈക്കം വിജയലക്ഷ്മിക്കൊപ്പം വളരെ സുന്ദരമായ മനോഹരമായ ഭക്തി നിർഭരമായ ഒരു വിനായക ചതുർത്ഥി ആഘോഷമാണ്, ഒരു തീർത്ഥയാത്രയാണ്. അതിനിടയിൽ ഞങ്ങൾ കുറച്ചു നേരം പാട്ടിലേക്ക് കൂടി എത്തിയതാണ്. എന്തായാലും വൈക്കം വിജയലക്ഷ്മിയുടെ അച്ഛനെ നമ്മൾക്ക് പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി അമ്മയും കൂടെ കാണണം. യെസ്, രണ്ടുപേരും തയ്യാറാണ്. ശരി, വളരെയധികം രേഷ്മ വളരെ തന്ത്രപരമായി മാറി. അപ്പോൾ വൈക്കം വിജയലക്ഷ്മി, ഞങ്ങൾ ചോദിക്കുന്ന അമ്മയോടൊന്ന് ചോദിക്കണം, അതൊന്ന് ആവർത്തിക്കണം, അപ്പോഴേ അമ്മയ്ക്ക് മറുപടി പറയാൻ പറ്റൂ. അമ്മയുടെ വിശേഷങ്ങൾ പറയാൻ പറയൂ. ഓണമായി, പാട്ടിൻ്റെ വിശേഷം, മകള്. പിന്നെയും പോണു ദേ പോന്നു. ഇപ്പൊ ശരി കേൾക്കാമോ? അല്ല, രേഷ്മ ചോദ്യങ്ങൾ ചോദിച്ചാൽ വളരെ സന്തോഷം. രേഷ്മ, എനിക്ക് കേൾക്കാൻ വരാം. അമ്മയ്ക്ക് കേൾക്കത്തില്ല. പറഞ്ഞോളൂ. ഞങ്ങൾ വിജി ചെറുപ്പത്തിൽ പാടുമായിരുന്നു. 1.5 വയസ്സ് മുതൽ ഞങ്ങളും പാടും. പിന്നെ ഞങ്ങൾ പ്രോത്സാഹനം നൽകി ഇവിടം വരെയൊക്കെ എത്തി. പിന്നെ ജനങ്ങളുടെ പ്രോത്സാഹനം, ചാനലുകളുടെ പ്രോത്സാഹനം, മാധ്യമങ്ങളെല്ലാവരും ഒരുപാട് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. പിന്നെ ഈശ്വരാധീനം എല്ലാത്തിനും പ്രധാനം. അപ്പൊ ശരി, പാടുന്നവരാണല്ലോ അച്ഛനും അമ്മ, എങ്കിൽ പിന്നെ അവരൊരു പാട്ട് പാടണം. അവിടം വരെ എത്തിക്കാവോ? അവിടം വരെ നിങ്ങൾ എത്തിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഇങ്ങനെ ഒരു മകളെ കിട്ടിയതില് സന്തോഷമുണ്ട്. അമ്മേച്ചനും പാടും. ഞങ്ങൾ സംഗീത കുടുംബമാണ്. ഏതാ പാടേ? പാടട്ടെ പോരട്ടെ. ഏതാണ്? ഊഞ്ഞാലേ അല്ലേ? ഊഞ്ഞാലേ പൊന്നൂഞ്ഞാലേ മുത്തിയമ്മ മുട്ടയിട്ടു, മുട്ട തോണ്ടി തോട്ടിലിട്ടു, ആരിരോ ആരീരാരോ. ഊഞ്ഞാലേ പൊന്നൂഞ്ഞാലേ മുത്തിയമ്മ മുട്ടയിട്ടു, മുട്ട തോണ്ടി തോട്ടിലിട്ടു, ആരിരോ ആരീരാരോ. ഞാൻ അച്ഛൻ്റെ പാട്ട് പറയട്ടെ. അച്ഛന് ഗണപതി ഞങ്ങളൊക്കെ പാടുമെങ്കിലും പ്രാക്ടീസ് ഒന്നും ചെയ്യാറില്ല. വിജയുടെ കൂടെ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. എന്നാലും ഒരു 2 പേര് പാടാൻ ശ്രമിക്കാം. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുന്നു, വഴി കാട്ടുക നാരായണ രൂപം. തളരുമ്പോൾ ആത്മാവം പശുവേ നിന്നാവിൽ, അമൃതം പോലൂറിയിടുക നാരായണ നാമം, ഹരിനാരായണ നാമം. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുന്നു, വഴി കാട്ടുക നാരായണ രൂപം. തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ, അമൃതം പോലൂറിയിടുക നാരായണ നാമം, ഹരിനാരായണ നാമം, ഹരിനാരായണ നാമം, ഹരിനാരായണ നാമം. സുന്ദരമായ ശബ്ദമാണ് കേട്ടോ, നല്ല ശബ്ദമാണ്, ഒരു സംശയമില്ല. എന്തിന് പരിശീലനം? ഇങ്ങനെ പാടിയാൽ തന്നെ എത്ര സന്തോഷകരമായ ഒരു അനുഭവമാണ്. അപ്പോൾ നമ്മൾ ഒരു ഒരുക്കങ്ങളും ഇല്ലല്ലോ. അപ്പോൾ വൈക്കം വിജയലക്ഷ്മി പാടും, വൈക്കം വിജയലക്ഷ്മി വീണ വായിക്കും, അങ്ങനെ മാത്രമേ നമ്മൾ തീരുമാനിച്ചിരുന്നുള്ളൂ. അതിലേക്ക് അമ്മയും അച്ഛനും വരുന്നത് പക്ഷേ ഒരു ലൈവിൽ ഇതാദ്യമായിട്ടായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ പെട്ടെന്ന് അച്ഛനും അമ്മയും ഒക്കെ ഒപ്പം ചേർന്ന് ഒരു സംഗീത കുടുംബം അവർക്ക് പറ്റുന്നതൊക്കെയും പാടിക്കേൾപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമുള്ളത്. എനിക്ക് തോന്നുന്നു ആദ്യം കുറച്ച് വിഘ്നങ്ങളൊക്കെ ഉണ്ടായത് ഇതിന് വേണ്ടിയിട്ടായിരിക്കാം. ഇതിങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോയി ശുഭപര്യവസാനിക്കാൻ വേണ്ടിയാവാം. ഏതായാലും വളരെ സന്തോഷം. ഒരു ഗണപതി സ്തുതി കൂടി പാടി അവസാനിപ്പിക്കാം. വൈക്കം വിജയലക്ഷ്മി. അന്നേരം വളരെ സന്തോഷമുണ്ട് ഇത്രയും നേരം പുത്തൻ പുലരിയോടൊപ്പം ജനം ടി വിയോടൊപ്പം വിനായക ചതുർത്ഥി ദിവസമായിട്ട് ലൈവിൽ വരാൻ സാധിച്ചത് എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. നിങ്ങൾക്ക് എല്ലാവർക്കും ജനം ടി വിയിലെ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി വിനായക ചതുർത്ഥി ആശംസകളും ഓണാശംസകളും നേർന്നുകൊണ്ട് നമുക്ക് തൽക്കാലം വിടവാങ്ങാം. അല്ലേ, നമുക്ക് ഇനിയും കൂടാം.
വിനകളൊഴിക്കും കൊട്ടാരക്കര ഗണപതി ഭഗവാനേ, വിനകളൊഴിക്കും കൊട്ടാരക്കര ഗണപതി ഭഗവാനേ, മണികണ്ഠേശ്വര സുധനെ നിന്നെ കണി കാണണമെന്നും അടിയൻ കണി കാണണമെന്നും, വിനകളൊഴിക്കും കൊട്ടാരക്കര ഗണപതി ഭഗവാനേ. ഒരു 1.5 മണിക്കൂർ എങ്ങനെ പോയി എന്ന് ശരിക്കും മനസ്സിലാകാത്ത, ഇപ്പോഴും മനസ്സോടെ അല്ല നിർത്തേണ്ടി വരുന്നത്, പക്ഷെ നമ്മുടെ സമയം ഇങ്ങനെ അതിക്രമിച്ചതുകൊണ്ട് മാത്രമാണ്. മാത്രമല്ല ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. ഇങ്ങനെ തുടരെ പാട്ടുകൾ പാടിപ്പിച്ചു ഒരു ഗാനമേള അവസാനിച്ചു എന്ന് വേണം പറയാൻ, അല്ലേ? അല്ല, ഞാനും മനസ്സോടെ നിർത്തുന്നത്. സന്തോഷം. കേൾക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാവുന്ന ഒരു സന്തോഷവും അമ്മയ്ക്കും അച്ഛനും വൈക്കം വിജയലക്ഷ്മിക്കും വിനായക ചതുർത്ഥി ദിനാശംസകൾ, അതെ അതെ അതെ, ഓണാശംസകൾ. ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ ആ കുടുംബത്തിലെ ഒരു അംഗമാണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഓക്കെ, താങ്ക് യു. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, ബൈ. താങ്ക് യു. ശരി. ആ ഓക്കേക്കും താങ്ക് യുവിനും വരെ എന്തൊരു മാധുര്യമാണ്. ശരി, അമ്മയും അച്ഛനെയും കൂടി കണ്ടതോടുകൂടി ഞങ്ങളുടെ പുത്തൻ പുലരി ധന്യമായി.